ഓരോരുത്തർ വീട് നിർമ്മിക്കുമ്പോൾ അവനവൻ്റെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ കിടക്കാൻ ഒരു വീട് പ്രത്യേകം തയ്യാർ ചെയ്യൽ സുന്നത്താണ്. ആ ഗസ്റ്റിന് വേണ്ടി പ്രത്യേക പായകളും വിരിപ്പുകളും തയ്യാർ ചെയ്ത് വെക്കൽ സുന്നത്താണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലന്നാ സൗകര്യം ഉണ്ടായിരുന്നില്ല. കേൾക്കണം നിങ്ങൾ, ഒരാൾക്ക് വീട് വയ്ക്കുമ്പോൾ ആ വീടിലുള്ള എല്ലാ റൂമുകളും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗപ്പെടുത്തണം. തീരെ ഉപയോഗിക്കാത്ത റൂം വീട്ടിലുണ്ടാവരുത്. ഒന്നിലധികം റൂമുകളുണ്ടെങ്കിൽ, ആവശ്യത്തേക്കാൾ കൂടുതൽ റൂമുകളുണ്ടെങ്കിൽ ആ റൂമുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കണം. മാറി മാറി ആ റൂമുകളിൽ പോയിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കണം. മാറി മാറി ആ റൂമുകളിൽ കിടന്നുകൊണ്ടിരിക്കണം. തീരെ ഉപയോഗിക്കാത്ത റൂം ഒരു വീട്ടിൽ ഉണ്ടാവരുത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ. അതുപോലെ തന്നെ ഒരു വീട് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഉടനെ താമസിച്ചിരിക്കണം. താമസിക്കാതെ വീടുകൾ ഉപേക്ഷിക്കരുത്. തീരെ താമസിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി 2 റക്അത്ത് നിസ്കരിക്കണം. അല്പം ഖുർആൻ ഓതിയിട്ട് ആ വീട് ഹയാത്താക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ വീടുകളിലൊക്കെ പിശാചി വന്ന് താമസിക്കുമെന്ന് ഹബീബായ മുത്തുനബി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീടുകളിൽ എല്ലാ റൂമുകളും ഉപയോഗപ്പെടുത്തണം. അതേ സമയത്ത് വിരുന്നുകാർക്ക് വേണ്ടി പ്രത്യേകം റൂം തയ്യാർ ചെയ്ത് വെക്കൽ സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ വിരുന്ന് വന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേറെ റൂം ഉണ്ടായിരുന്നില്ല, വേറെ പായ ഉണ്ടായിരുന്നില്ല. മുത്തുനബിയും ബഹുമാനപ്പെട്ട മൈമൂന ബീവിയും കിടക്കുന്ന പായ തന്നെയാ. ഒരു തലയിണലാ ഞങ്ങൾ 3 പേരും തല വെച്ച് കിടന്നത്. 2 പേരും തലയുടെ വിലങ്ങ് ഭാഗത്ത് തല വെച്ചപ്പോൾ ആ തലയിണയുടെ നീളത്തിലായിരുന്നു ഞാൻ തല വെച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതു കാണാ. അബ്ദുല്ലാഹി അബ്ബാസ് തങ്ങൾ രാത്രിയിൽ ഹബീബായ തങ്ങൾ പാതിരാ സമയം കഴിഞ്ഞപ്പോൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ഈമാനുള്ളവർക്ക് പാതിരാത്രിയിൽ ഉറക്ക് വരില്ല. സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തിട്ട് ഉറക്ക് വരില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അവനവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ കാമുകനോ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ കാമുകിയോ ഇന്ന് രാത്രിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ടൊരു തേവിടിച്ച് പെണ്ണ് കാമുകിയാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിനക്കുറക്ക് വരുമോ? നിന്റെ കാമുകി കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് നീ ഓടിയെത്തുമോ? അല്ല, നിന്റെ പ്രിയപ്പെട്ട കാമുകൻ നിന്നെ കാത്തിരിക്കുമ്പോൾ പാതിരാത്രിയിൽ പോലും നീ ഉറങ്ങാതെ ഉറക്കമിളച്ചുകൊണ്ട് അവനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ? അവൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്തുമോ? ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ടുള്ള നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ണുവെട്ടിച്ചിട്ട് ഉപ്പയെ കണ്ണുവെട്ടിച്ചിട്ട് നിന്റെ മംഗളമാരെ മുഴുവനും കണ്ണുവെട്ടിച്ചിട്ട് നിന്റെ കുടുംബത്തെ മുഴുവനും നീ അപമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ തയ്യാറാകുമോ? നീ കാമുകന്റെ അടുത്തെത്തുമോ? അല്ല, നിന്റെ കാമുകിയെയും കൊണ്ട് നീ പോകുമോ? തീർച്ചയായിട്ടും കാമുകനാ നമുക്ക് വലുത്. കാമുകനോടുള്ള സ്നേഹമല്ലേ നമുക്ക് വലുത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് ആർഭാടമുള്ള കല്യാണങ്ങൾ നിശ്ചയിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒന്ന് കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് 10-100 പവൻ സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിൽ ബുക്ക് ചെയ്തിട്ട് ആ ജ്വല്ലറികളിലേക്ക് തൻ്റെ ബെൻസ് കാറിൽ തൻ്റെ പ്രിയപ്പെട്ട മകളെ കയറ്റിയിട്ട് ഉപ്പയും ഉമ്മയും കൂടി പോവുകയാണ്. ആ ജ്വല്ലറിയിലേക്ക് കടക്കുന്നു. ഉപ്പയും ഉമ്മയും അങ്ങനെ ജ്വല്ലറിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് തന്റെ കെട്ടിച്ചയക്കാൻ നാളെ പുതുക്കമിറങ്ങാനുള്ള തന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കിൽ കയറിയിട്ട് പോവുകയാ. അല്ലാ, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സ്വർണങ്ങൾ വേണ്ട, നിന്റെ ഉപ്പ വേണ്ട, നിന്റെ ഉമ്മ വേണ്ട. ഉമ്മയല്ല എനിക്ക് വലുത്, ഉപ്പയല്ല എനിക്ക് വലുത്, സ്വർണ്ണാഭരണങ്ങളല്ല എനിക്ക് വലുത്.
അല്ലാ ഈ ബെൻസ് കാർ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ചെക്കൻ കൊണ്ടുവന്ന ബൈക്കിന്റെ പിറകിൽ കയറിയിട്ട് ഇവരെ എല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഈ പെണ്ണ് പിരിച്ചു പോകുന്നുവെങ്കിൽ എന്താ മോനെ ഇതുകൊണ്ട് നിനക്ക് മനസ്സിലാകുന്നത്? സ്നേഹത്തെക്കാൾ വലുതൊന്നില്ല, പ്രേമത്തെക്കാൾ വലുതൊന്നില്ല. നമ്മുടെ മക്കൾക്ക് പ്രേമിക്കാൻ അറിയാ, നമ്മുടെ മക്കൾക്ക് സ്നേഹിക്കാൻ അറിയാ. അതേ സമയത്ത് ആരെയാ സ്നേഹിക്കേണ്ടതെന്നറിഞ്ഞില്ല, ആരെയാ പ്രേമിക്കേണ്ടതെന്നറിഞ്ഞില്ല. സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കളെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും തൻ്റെ ആളുകളെക്കാളും ഒക്കെ പണത്തെക്കാളും സുന്ദരമായ കൊട്ടാര സമാനമായ വീടിനേക്കാളും ആർഭാടമുള്ള കാറിനേക്കാളും ഒക്കെ വലുത് സ്നേഹമാണെന്നറിയാ. ആ സ്നേഹമാണെന്ന തിരിച്ചറിവ് കൊണ്ടല്ലേ പെൺകുട്ടി പോകുന്നത്. ആൺകുട്ടികൾ തൻ്റെ കാമുകിയെയും കൊണ്ട് പോകുന്നത് പാതിരാക്ക് പോലും ഇറക്കമിഴച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ബുദ്ധിയുണ്ടോ മുസ്ലിമേ? നിനക്ക് ബുദ്ധിയുണ്ടോ? നിന്നെയും കാത്തിരിക്കുന്നുണ്ടൊരാൾ, നിന്റെ ഒരു കാമുകൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അജബൻ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ശൂന്യതയിൽ നിന്നെ പഠിച്ചിട്ടുള്ള 24 മണിക്കൂറും നിന്റെ ഹാർട്ട് മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ കണ്ണിൽ നിനക്ക് കണ്ണുനീര് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന, ആരാ നിന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാ നിനക്ക് ആകാര സൗഷ്ഠവമായി ശരീരം സൃഷ്ടിച്ച് സംവിധാനിച്ചത്? ആരാ നിനക്ക് തൊലിക്കൽപ്പം വെളുപ്പ് തന്നത്? ആരാ നിനക്ക് സൗന്ദര്യം തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? ഇതെല്ലാം തന്ന് നിന്നെ സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് പാതിരാ സമയം കഴിയുമ്പോൾ അലാ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, യഥാ പകൽ പാപം ചെയ്ത ആളുകളില്ലേ, എന്നോടൊന്ന് പൊറുക്കൽ തേടിക്കൂടെ? ഞാൻ അവന് പൊറുത്തു കൊടുക്കാൻ കാത്തിരിക്കുന്നുവല്ലോ. എത്രയെത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട്, എന്നോടൊന്ന് പറഞ്ഞുകൂടെ? ഞാൻ അവന് കൊടുക്കുമല്ലോ. എന്നോടൊന്ന് ചോദിച്ചുകൂടെ? ഞാൻ അവന് നൽകുമല്ലോ. വേദനകൾ കടിച്ചിറക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും കഴിയുന്ന എത്രയെത്ര രോഗികളുണ്ട്. ഞാനല്ലേ രോഗം കൊടുത്തത്? ഞാനല്ലേ രോഗത്തിന് ശിവ കൊടുക്കുന്നത്? ഞാനല്ലേ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? എന്നോടൊന്ന് പറഞ്ഞുകൂടെ? എന്നോടൊന്ന് ചോദിച്ചുകൂടെ? എന്നും പറഞ്ഞ് പാതിരാ സമയം കഴിഞ്ഞാല് സൃഷ്ടിനാഥനായ സർവാധിനാഥനായ അല്ലാഹു തആല കാത്തിരിക്കുമ്പോ ഈമാനുള്ളവർ കുറക്ക് വരുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ. സൃഷ്ടിച്ച റബ്ബിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സൃഷ്ടിച്ച റബ്ബുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ, റബ്ബിനെ പറ്റി അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, റബ്ബിനോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉറക്ക് വരുന്നത്? ഉറക്ക് വരില്ല. തന്റെ കാമുകൻ കാത്തിരിക്കുമ്പോൾ ഉറക്ക് വന്നിട്ടില്ലല്ലോ, ഒരിക്കലും താൻ ഉറങ്ങിപ്പോയിട്ടില്ലല്ലോ, തനിക്ക് ക്ഷീണം തോന്നിയിട്ടില്ലല്ലോ. ഈ രൂപത്തിൽ പടച്ച റബ്ബ് കാത്തിരിക്കുന്നുണ്ട് മക്കളെ. ഈ പ്രസംഗിക്കുന്ന എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെയൊക്കെ റബ്ബ് കാത്തിരിക്കുന്നുണ്ട്. റബ്ബിനെ പോലെ സ്നേഹമുള്ളവനോ, റബ്ബിനെ പോലെ കരുണയുള്ളവനോ, റബ്ബിനെ പോലെ മാപ്പ് നൽകുന്നവനോ, റബ്ബിനെ പോലെ ഇഷ്ടമുള്ളവനോ ലോകത്തൊന്നുമില്ല. ആരോട്? റബ്ബിനോട്, അള്ളാഹുവിനോട് എപ്പ ചെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് നീ ഇന്നലെ വന്നില്ലടോ? എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലടോ? ഇപ്പോഴാണോ നീ എൻ്റെ അടുത്ത് വരുന്നത്? ഇപ്പോഴാണോ നീ എന്നോട് പറയുന്നത്? ഇതുവരെ നീ എവിടെയായിരുന്നു? എന്തേ ഇത്ര വൈകിയത്? നമ്മുടെ റബ്ബ് ചോദിക്കൂല, നമ്മുടെ റബ്ബ് കൈയൊടിയൂല.
അത്രയും വലിയ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് പാതിരാക്കു ശേഷം കാത്തിരിക്കുമ്പോ മുഅ്മിനീങ്ങൾക്ക് ഉറക്ക് വരുമോ? റബ്ബിനെ പറ്റി അറിയുന്നവർക്ക് ഉറക്ക് വരുമോ? റബ്ബിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് ഉറക്ക് വരുമോ? അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്റെ വിഷയത്തുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ലോകത്ത് എത്രയെത്ര ഔലിയാക്കൾ കഴിഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കൾ കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റി അറിഞ്ഞ എത്ര ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ ഒരുപാട് മഹാന്മാരെ പറഞ്ഞുവല്ലോ. ബഹുമാനപ്പെട്ട പതി ഉസ്താദ് അടക്കമുള്ള എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള എത്രയെത്ര ഔലിയാക്കള്, എത്രയെത്ര ഉലമാക്കള്, എത്രയെത്ര സ്വാലിഹീങ്ങൾ. ഇല്ല, ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ പോലും പാതിരാ സമയം കഴിഞ്ഞിട്ട് അത്താഴ സമയത്ത് കിടന്നുറങ്ങിയിട്ടില്ല. ഫജ്റിന്റെ മുമ്പ് എഴുന്നേൽക്കാത്ത ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല, ഒരു സ്വാലിഹുമില്ല. അവരൊക്കെ റബ്ബിനെ പറ്റി അറിഞ്ഞുകൊണ്ട് തതജാഫാ ജുനൂബുഹും, അവരറിയാതെ അവരെ ഭാഗങ്ങൾ ഉയർന്നുയർന്നു പോയതാ. അവരെ എഴുന്നേറ്റു നിസ്കരിച്ചവരോ, റബ്ബിനോട് പ്രാർത്ഥിച്ചവരോ, റബ്ബിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചവരോ, അവന്റെ ശിക്ഷ പേടിച്ചവരോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരൊറ്റ ഔലിയാക്കളും ആ സമയത്ത് എഴുന്നേൽക്കാത്തതില്ല. ഔലിയാക്കളൊക്കെ എഴുന്നേൽക്കുന്ന സമയമാ, സ്വാമിമാരൊക്കെയും എഴുന്നേൽക്കുന്ന സമയമാ, ബുദ്ധിജീവികളൊക്കെയും എഴുന്നേൽക്കുന്ന സമയമാ. ആ സമയത്ത് കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി, ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് ശുനകനാണ്. അല്ലാത്ത സർവ്വ ജീവജാലങ്ങളും ആ സമയത്ത് എഴുന്നേൽക്കുന്നവരാ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഹബീബായ തങ്ങൾ പാതിരാ സമയം കഴിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് തോൽപാത്രത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ഒളു എടുക്കുകയാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെറിയ കുട്ടിയാ, 6 or 7 വയസ്സേ ബഹുമാനപ്പെട്ടവർക്ക് പ്രായമുള്ളോ. പാതിരാക്ക് തങ്ങൾ ഉണർന്നിട്ട് അതാ അവിടുന്ന് അതാ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറത്തു പോയിട്ടിരിക്കുകയാ. ഇരിക്കുന്നിടത്തേക്ക് വെള്ളത്തിന്റെ പാത്രവുമായിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചെല്ലുകയാ. അള്ളാഹുവിന്റെ റസൂൽ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇരിക്കുന്ന സമീപത്ത് കൊണ്ടുപോയി ശുചീകരണത്തിന്റെ വെള്ളം വെക്കുകയാ. ഹബീബായ തങ്ങൾ അവിടുത്തെ ആവശ്യം നിർവഹിച്ച് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് വെള്ളപാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കുക. ആരാ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്? 8 വയസ്സുള്ള പൈതല. തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാ. അതെ, കണ്ടറിഞ്ഞല്ലേ ഖിദ്മ ചെയ്യേണ്ടത്, പറയാൻ നിൽക്കേണ്ടതില്ലല്ലോ, ആരോടും പറഞ്ഞു ചെയ്യിപ്പിക്കരുതല്ലോ. ഓരോരുത്തരും കണ്ടറിഞ്ഞ് അവസരത്തിനൊത്തുകൊണ്ട് ചെയ്യണ്ടേ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾക്കോട് ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് സന്തോഷം തോന്നിയിട്ട് ആ പാതിരാക്ക് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിമുൽ കിതാബ്, അല്ലാഹുമ്മ ഫഖീഹു ഫിദ്ദീൻ. ഈ കുഞ്ഞിനെ വല്ലാത്തൊരു പണ്ഡിതനാക്കണം. ഒരു മനുഷ്യൻ അല്ലാഹു തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ, വലിയ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അവനെ പണ്ഡിതനാക്കല. ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി പാതിരാക്ക് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു കബൂൽ ചെയ്യാതിരിക്കുമോ? പിൽക്കാലത്ത് നിങ്ങൾക്ക് കേൾക്കണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുത്തുനബി വഫാത്താകുമ്പോൾ 13 വയസ്സാണ്. 15 വയസ്സായപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ അറിയപ്പെട്ട പണ്ഡിതനാ, വലിയ മഹാനാ. കാലത്തെഴുന്നേൽക്കുന്ന സമയത്ത് തന്റെ വീട്ടിന്റെ മുറ്റത്ത് ആയിരക്കണക്കിന് വാഹനങ്ങളാ, ഒട്ടകങ്ങളാ, കുതിരകളാ, കോവറ് കഴുതകളാ, നാനാ ഭാഗത്തു നിന്നും ആളുകൾ വന്നിരിക്കുകയാ. ദീന് പഠിക്കാൻ വേണ്ടി വന്നതാ, ഖുർആനെ പറ്റി ചോദിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ 16 വയസ്സാകുമ്പോഴേക്ക് അറിയപ്പെട്ട മുഫ്തിയാ. ബഹുമാനപ്പെട്ടവരെ ദർസിൽ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളാ. 20 വയസ്സ് തികയുമ്പോ
ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാ, ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ചിരിക്കുന്നു. സാധാരണ ആളുകൾ പൊട്ടിച്ചിരിക്കില്ലല്ലോ. അല്ലാഹ് ചിരിക്കാനല്ലല്ലോ നമുക്ക് കഴിയേണ്ടത്, കരയാനല്ലേ. ഈ ഉമ്മത്ത് അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് എത്ര കണ്ടകന്നകന്നു പോയി. ഫൽയദ്ഹകൂ ഖലീലാ വൽയബ്കൂ കസീറാ. ആളുകൾ കൂടുതൽ കരയുകയല്ലേ വേണ്ടത്, അല്പമല്ലേ ചിരിക്കേണ്ടതുള്ളൂ. ചിരിക്കാൻ നമുക്ക് സമയമില്ല, ചിരി വരൂല. അതേ സമയത്ത് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട്, നമുക്കാർക്കെങ്കിലും കരഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞതായി, ആഖിറത്തെ ഓർത്ത് കരഞ്ഞതായി, ഖബർ ഓർത്തിട്ട് കരഞ്ഞതായി ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചിരിച്ച സമയത്ത് ആളുകൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ചിരിച്ചതെന്തിനാ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല, എന്റെ 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കാഴ്ചയില്ല. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ചിരിക്കുകയാണോ? നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് പുലർന്നതിൽ എനിക്ക് സന്തോഷമാ. അല്ലെങ്കിലും ഈ കണ്ണുകൊണ്ട് ഇനി എന്തു കാണാനാ? ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാൻ എനിക്ക് കഴിഞ്ഞു, ഹബീബായ മുത്തുനബിയെ കാണാൻ എനിക്ക് കഴിഞ്ഞു. ഇനി ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല. അല്ലാ, എന്റെ കൽബിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലും ഒരാളും കുറെ സമയം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ദീർഘനേരം തങ്ങൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴ് ആരോടാ തങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ, തങ്ങളാരാണ് ഇത്രയും സമയം തങ്ങളോട് സംസാരിച്ചിരുന്നത്? മുത്തുനബി ചോദിച്ചു, നീ അത് കണ്ടുവോ അബ്ദുല്ലാഹി? അതേ യാ റസൂലല്ലാഹ്, ആളുമായിട്ട് കുറെ സമയം തങ്ങൾ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോഴ് തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ കണ്ണിന് കൂടുതൽ കാലം ആയുസ്സുണ്ടാവില്ല, കൂടുതൽ കാലം നിന്റെ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കില്ല. അത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ കണ്ടതിനാൽ നിങ്ങളെ കണ്ണിന്റെ കാഴ്ച കൂടുതൽ കാലം നിലനിൽക്കില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് സാക്ഷാത്കരിക്കപ്പെട്ടു. എന്റെ 2 കണ്ണിന്റെ കാഴ്ചയും പോയി. അതേ സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം. എന്റെ കണ്ണ് ഞാൻ ഇനി സൂക്ഷിക്കേണ്ടതില്ലല്ലോ, എന്റെ കണ്ണിനെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ കാതുകളിൽ പഞ്ഞി തിരികെ വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാറുള്ളത്. ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി എന്റെ കാതിൽ ഞാൻ ശരിക്കും തിരികെയിട്ടാണ് പുറത്തിറങ്ങാറുള്ളത്. എനിക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ, കണ്ണിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടല്ലോ. ആ നിലക്ക് ഞാൻ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചതാ. ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങള് വീണ്ടും ജീവിച്ച് 13 കൊല്ലം 33 കൊല്ലം അവിടുന്ന് ജീവിച്ചു. നിങ്ങൾക്കറിയുമോ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ ഖബറുള്ളത് തായിഫിലാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്. അവിടുന്ന് പറയുന്നത് കാണാ, 33 വയസ്സുള്ള സമയത്ത് അവിടുന്ന് വഫാത്തായപ്പോൾ 10,000
ആയിരക്കണക്കിന് ആളുകൾ തന്റെ ജനാസ സംസ്കരണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് ഞങ്ങൾ കഫൻ ചെയ്തുകൊണ്ട് കട്ടിൽ വെച്ചിരിക്കുകയാ. 10,000-കണക്കിന് ആളുകളുണ്ട്. ആ സമയത്തതാ ഒരു വെളുത്ത നിറത്തിലുള്ള പക്ഷികൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളെ കഫൻ പുടയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. ഞങ്ങളാരും കണ്ടില്ല, തടുക്കാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടാ പക്ഷികൾ പോയതെന്നറിയില്ല. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുകയാ. ഇമാം മുജാഹിദ് തങ്ങൾ പറയുന്നു, അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ പ്രമുഖന്മാരിൽപ്പെട്ടവരല്ലേ ഇമാം മുജാഹിദ് തങ്ങള്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഞങ്ങൾ ഖബർ കുഴിച്ചു. അതാ ത്വായിഫിലെ സുന്ദരമായിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിലാ ഞങ്ങൾ ഖബർ ഒരുക്കിയിരുന്നത്. ആ ഖബറിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഞങ്ങൾ ഇറക്കി വെക്കുകയാ. അങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഞങ്ങളെ ചുറ്റുമുള്ള ആ മരത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പക്ഷികളാ. മുമ്പൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പക്ഷികള്, പിന്നെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ആ മയ്യത്തിന്റെ കവമ്പുടയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ള അതേ പക്ഷികൾ, ആയിരക്കണക്കിന് പക്ഷികൾ അതിന്റെ സമീപത്തുള്ള മരച്ചില്ലകളിൽ വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നാ ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ. പരിശുദ്ധ ആത്മാവേ, റബ്ബിലേക്ക് മടങ്ങുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഖബറിലേക്ക് ഇറക്കി കിടത്തിയപ്പോ ആയിരക്കണക്കിന് പക്ഷികൾ ഇതുപോലെ അവിടുന്ന് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കുകയാ. ആ ഖബറിലേക്ക് ഇറങ്ങുകയാ. അവിടുത്തെ സ്വീകരിക്കാൻ വന്നിട്ടുള്ള മലക്കുകളാ. അതേ മുഅ്മിനായ മനുഷ്യന്റെ ഖബർ അത് സ്വർഗ്ഗത്തോപ്പാ. റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ദുനിയാവിലാകെ സ്വർഗ്ഗത്തോപ്പെന്ന് തങ്ങൾ പറഞ്ഞത് 6 സ്ഥലങ്ങളാ. അതിലൊന്ന് മുഅ്മിനിന്റെ ഖബറാ. ആ ഖബറിൽ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് മുൻകറിനെ കീറുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുകയാ, നിന്റെ റബ്ബാരാ, നിന്റെ പ്രവാചകരാരാ, നിന്റെ ദീനേതാ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനീത്തുകളോട്, യുവാക്കളോട്, ന്യൂ ജനറേഷൻ കുട്ടികളോട്, അല്ലാ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ലക്ഷ്യങ്ങളില്ലയോ? ചോദിക്കുകയില്ലയോ? അല്ലാ വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. എല്ലാവരോടും ചോദിക്കുന്നതാ, ഇത് സത്യമാ. സൃഷ്ടിച്ച റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്, ഒരാളെയും വെറുതെ വിടൂല. നിന്നെ പടച്ചതിൽ ലക്ഷ്യങ്ങളുണ്ട്, നിനക്ക് ബുദ്ധി തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട്, നിന്റെ ആരോഗ്യം തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട്, നിനക്ക് സമ്പത്ത് തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട്, മക്കളെ തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട്, നിനക്ക് സൗന്ദര്യം തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട്. എല്ലാം ലക്ഷ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നത് കെട്ടുകഥകളല്ല. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ പറയുകയാ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാ ഫഅമ്മൽ മുഅ്മിനു അമിൽ മുഖിനു, ഒരു കൃത്യമായ മുഅ്മിനാ, വിശ്വാസിയാ, അല്ലാഹുവിനെ വിശ്വസിച്ചവനാ, റബ്ബിനെ പറ്റി അറിഞ്ഞവനാ, റബ്ബിനെ പറ്റി ബോധമുള്ളവനാ, മുത്തുനബിയെ പറ്റി പഠിച്ചവനാ, മുത്തുനബിയെ പറ്റി ബോധമുള്ളവനാ, ആഖിറത്തെ പറ്റി ബോധമുള്ളവനാ, ഇതെല്ലാം ശരിക്കും പഠിച്ച് ബോധ്യപ്പെട്ടവനാ, വിശ്വസിച്ചവനാ. അവൻ പറയും, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ
والقرآن إمامي والكعبة قبلتي. നിങ്ങൾക്കറിയുമോ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി അവിടുന്ന് ദുർറത്തുൽ ഫാഖിറ ഫീ കശ്ഫി ഉലൂമിൽ ആഖിറ ഈ ഗ്രന്ഥത്തിലെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഗസാലി ഇമാം യാഥാസ്ഥികനല്ല, ഗസാലി ഇമാം തിരിയാത്തവനല്ല, ഗസാലി ഇമാമിനില്ലാത്ത ഗ്രന്ഥങ്ങളില്ല. എല്ലാ ശാസ്ത്രത്തിലും മികവ് നേടിയ പണ്ഡിതനാണ് ഇമാം ഗസാലി. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ട് 1000 കൊല്ലം കഴിഞ്ഞു. മുസ്ലിം ഉമ്മത്ത് ഏകാഭിപ്രായക്കാരാണ്, തർക്കമില്ല. ഗസാലി ഇമാമിന് ശേഷം ഗസാലി ഇമാമിനോട് കടപിടിക്കുന്ന ഒരു പണ്ഡിതൻ ഉലകത്തിൽ വന്നിട്ടില്ല. ഗസാലി ഇമാമിനറിയാത്ത സയൻസ് ഇല്ല, അനാട്ടമി ഇല്ല, ബയോളജി ഇല്ല. എല്ലാ ശാസ്ത്രത്തിലും മികവ് നേടിയ ഇമാം ഗസാലി അവിടുന്ന് എഴുതി വച്ചിട്ടുണ്ട്, മക്കളെ, അല്ലാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കാത്തവൻ, പള്ളിയോട് ആദരവ് കാണിക്കാത്തവൻ, പള്ളിയോട് പാലിക്കേണ്ടത് പാലിക്കാത്തവൻ, ഖബറിലെത്തിയിട്ട് നിന്റെ ഖിബല ഏതാണെന്ന് ചോദിക്കുമ്പോ ലോകത്തുള്ള പള്ളികൾ മുഴുവനും കഅബയുടെ ബ്രാഞ്ചുകളാണ്. ഈ കഅബയുടെ ഖിബലയാ പറയാൻ കഴിയൂല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിലെന്താ, സുന്നത്ത് എടുത്തില്ലെങ്കിലെന്താ, മുടി മുറിച്ചതെങ്ങനെ മുറിച്ചാലെന്താ, എങ്ങനെ പാന്റ് ഉടുത്താലെന്താ, എങ്ങനെ താടി വെച്ചാലെന്താ, എങ്ങനെ മീശ വെച്ചാലെന്താ, ഏത് മോഡൽ സ്വീകരിച്ചാലെന്താ, അപ്പാച്ചി മോഡലായാലെന്താ, റൊണാൾഡിനോയെ പിൻപറ്റിയാലെന്താ, ഏതെങ്കിലും സിനിമാ താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങൾ റോൾ മോഡലുകളായി സ്വീകരിച്ചിട്ട് നിന്റെ സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ മാറ്റിക്കളയുന്ന മുസ്ലിമേ, അണുമണി തൂക്കം ഈമാൻ നിന്റെ കൽബിലുണ്ടോ? മുഹമ്മദ് നബിയെ പറ്റി വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് ഈമാനുണ്ടോ? രോമങ്ങൾ എടുത്തു പിടിക്കലുണ്ടോ? ഒരു സന്തോഷമുണ്ടോ? തങ്ങളെ പറ്റി കേൾക്കുമ്പോ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളോ തങ്ങൾ പഠിപ്പിച്ച ചര്യകളോ ബോധത്തോടുകൂടി തിരസ്കരിക്കുന്നവനോട് നാളെ നിന്റെ നബി ഏതാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദുൻ നബി പറയാൻ കഴിയൂല. അവനത് മുത്തുനബി പഠിപ്പിച്ചതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തറിഞ്ഞിട്ട്, റസൂലുള്ളാഹിന്റെ രീതി അറിഞ്ഞിട്ട്, റസൂലുള്ളാഹിന്റെ സംസ്കാരം അറിഞ്ഞിട്ട്, തങ്ങളെങ്ങനെയാണ് പഠിപ്പിച്ചതെന്നറിഞ്ഞിട്ട് അത് വിലവെക്കാതെ തിരസ്കരിക്കുന്ന മുസ്ലിമിന് എന്റെ ഹബീബ് റസൂൽ മുത്തുനബിയാ പറയാൻ കഴിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയാണ് എൻ്റെ റസൂൽ എന്ന് അവൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ മതം വിഭാവനം ചെയ്യുന്ന ആശയമാണ് പറയുന്നത്. വെറുതെ ആണോ? ആളുകൾക്ക് ഇതൊന്നും അറിയില്ല.